ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് വെളുപ്പിനെ 6 മണിയായെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ജാസീഗറുടെ ചേർന്ന് കട്ടപ്പനയിൽ പോകുന്നു ഗൈസ്. സോ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അണ്ണൻ്റെ ജോലിയുണ്ട്. കാരണം അവിടുത്തെ സൈറ്റ് എഞ്ചിനീയർ ആണ്. അപ്പോൾ അണ്ണൻ അവിടെ കുറച്ച് മെറ്റീരിയൽസ് ആണെങ്കിൽ റോ മെറ്റീരിയൽസ് ആണെങ്കിൽ കൊടുക്കാനായിട്ട് പോകും. അപ്പം ഞാനിപ്പോൾ ഇത് കട്ടപ്പന ഇതിന് പോയിട്ടില്ല. കട്ടപ്പനയിൽ ആരാ അവിടെ ഇരിക്കുന്നതെന്ന് അറിയാവോ? കട്ടപ്പന ഹൃത്തിക് റോഷൻ മാത്രമല്ല, ഒരാള് പത്തനംതിട്ട. അങ്ങനെ ഞങ്ങളിപ്പോൾ റാന്നിയിലോട്ട് പൊക്കോണ്ടിരിക്കുക. റാന്നി വഴിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. ബ്രോ ഈ വടശ്ശേരിക്കറി ഈ റൂട്ട് ഉണ്ടല്ലോ ബ്രോ, നോക്കിയേ പക്കാ വൈബാണ് മച്ചാന്. സീരിയസ്ലി ഒരു ബൈക്ക് എടുത്ത് കപ്പിൾസായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു റൈഡിങ്ങിന് സൂപ്പറാണിത്. ഒരു പ്രത്യേക ഒരു ഫീലാണ് അല്ലേ അണ്ണാ? മഴയും തുടങ്ങി. ഇന്ന് സത്യം പറഞ്ഞാൽ പത്തനംതിട്ടയിലൊക്കെ ഓറഞ്ചലായിട്ടോ. ബാക്കി ജില്ലയുടെ കാര്യം എനിക്ക് അറിയത്തില്ല. ഓ മോനെ പറയണ്ട, മഴ അങ്ങോട്ട് പെയ്യാന്ന് നോക്കണേ നോൺ സ്റ്റോപ്പാ. മലയൊന്നും കാണാൻ പോലും ഇല്ല, എല്ലാം വിഷയായിട്ടിരിക്കണം. കോട ഉണ്ടാ കോട ടാസ്ക് ആയിട്ടില്ല അല്ലേ ഗൈസ്? ഗൈസ് ഇത് കണ്ട നൈസ് സാധനം. ആര് വേണമെങ്കിലും വരുവാണെങ്കിൽ അവിടെ നിന്ന് കയറുക. നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഇന്റീരിയർ, വീടിന് പുറത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ വെക്കാൻ പറ്റിയ കുറെ സാധനങ്ങൾ അവിടെ കിട്ടും. കല്ല് വെച്ചിട്ട് പണിതാ നൈസ് സാധനം. ഒരു ആനയെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മോനെ വീട്ടിൽ വെച്ചിട്ടാ പൊളിക്കും. ഗൈസ് നമ്മളിപ്പോൾ റാന്നിയിൽ എത്തിയിട്ടുണ്ട്. റാന്നിയില് ഞങ്ങളിവിടെ കോടതി വന്നിട്ടുണ്ട് ഐത്തണ്ണന് വേണ്ടിയിട്ട്. കോടതിയിലും പിന്നെ മുനിസിപ്പാലിറ്റിയില്ലേ പിന്നെ വന്നത് രണ്ടാമത്. ഏണ്ണ മുനിസിപ്പാലിറ്റി അല്ലേ വന്നേ രണ്ടാമത്? പഞ്ചായത്ത് അങ്ങനെ എന്തെങ്കിലും ഇതിൽ വന്നു. പിന്നെ മെയിനായിട്ട് ഐത്തണ്ണനൊരു തോക്കുണ്ട്. അപ്പോൾ ഈ തോക്കിന്റെ ബുള്ളറ്റ് അങ്ങനെ റിപ്പയർ ആയിട്ട് നമ്മളിവിടെ അല്ലേ ആണോ വരുന്നേ? നമ്മളാ വരുന്ന വഴിയല്ലായിരുന്നോ? ഏണ്ണ ഗൈസ് ഇവിടെ ഹണി റോസ് വരുന്നുണ്ട് ഗൈസ്. ഇന്നല്ലേ എണ്ണ വരുന്നേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഹണി റോസ് വരുന്നുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റ് ഐത്തണ്ണന്റെ സൈറ്റ് ആയിരുന്നു. സൈറ്റ് അല്ല, റോ മെറ്റീരിയൽ ഇറക്കി കൊടുത്തത് മാത്രമേ ഉള്ളൂ. ബാക്കി വർക്ക് വേറെ ആളാണ്. പക്ഷെ മെറ്റീരിയൽ എല്ലാം ഇവിടെ നിന്നാണ് ഇറക്കി കൊടുക്കുന്നത്. ആണ് ഈ റൂട്ടൊക്കെ എങ്ങനെയാണ് കാണാപ്പടം പഠിച്ചേക്കുന്നത്? ബ്രോ സീരിയസ്ലി ഇസ് ലെജൻഡ് ബ്രോ. ഹൗ ഡു യു നോ ബ്രോ? ടെൽ മീ. വാഗമണ് വരെയോ? വാഗമണ് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വരെ പോവോ സ്കൂട്ടറല്ലേ? അയ്യോ എന്റെ പോണ്. പക്ഷെ അടിപൊളി അല്ലാണ് ആ സ്കൂട്ടറിലൊക്കെ പോകാനായിട്ട്. ഗൈസ് ഈ റൂട്ട് വാഗമണ് പോകുന്ന റൂട്ടാണ് ഗൈസ്. ഈ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഈ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാഗമണ്ണോട്ട് പോകുന്ന റൂട്ടാണ്. അതുവഴി ആ റൂട്ടിലാണ് നമ്മൾ കട്ടപ്പനയിലോട്ട് പോകുന്നത്. പക്ഷെ നോക്കിയേ, പക്ഷെ ഏതോ ഡാഡ്ലെസ് ഡബിൾ ഡാഡ് പിള്ളേർ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പരിപാടി കണ്ടോ? അവന്റെ അച്ഛന്റെ സ്ഥലമാണെന്നും പറഞ്ഞ് ഇവിടെ എല്ലാം ചവറുകൾ ഇട്ടേക്കണ കച്ചറ പീപ്പിൾസ്. ഇല്ലാണ്ട ഒരു ആംബിയൻസ് ഉള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ കണ്ട ഗൈസ്, എനിക്ക് തന്നെ ഇത് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? കേരളം ഇപ്പോഴും ആണെങ്കിൽ എന്താ പറയുക, വൃത്തിയിൽ ഇത്ര നല്ല മികച്ചത് നിൽക്കുന്നവന്മാരായിട്ട് കാട്ടിക്കൊണ്ട് കളയുന്ന ഇവന്മാരെ ഫിൽത്തി ലിറ്റ് പീപ്പിൾസ് ആണ്. സത്യമായിട്ടും പറയുക, ഹാഷ്ടാഗ് ഷെയിം ഓൺ യു. ഇല്ല എന്നാ ഒരു 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 എന്താന്ന് പറയുന്നില്ല. ബൈ ദ വേ ഗൈസ്, എൻ്റെ ഐത്തണ്ണൻ അങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഷീ ആക്ച്വലി ലൈക്ക് എൻ ഇൻട്രോവേർട്ട് ആണ് എൻ്റെ ഐത്തണ്ണൻ ക്യാമറയുടെ മുന്നിൽ. ഇല്ല എന്നാ അങ്ങനെ മിണ്ടത്തില്ല. പ്ലൈയുള്ള ചവറും വേസ്റ്റും പിള്ളേരുടെ ഡൈപ്പർ തൊട്ട് എല്ലാം ആണെങ്കിൽ കാട്ടിക്കൊണ്ട് കളയുന്നത് ഭയങ്കര ബാഡ് ബിഹേവിയർ ആണ്. സോ പ്ലീസ് ഗൈസ്, ഇപ്പൊ നമ്മൾ വരുന്ന തലമുറകളെ ഉള്ളൂ ഇതൊക്കെ നോക്കുന്നതും ഇത് ചെയ്യാത്തതും. ഞാൻ ഇപ്പോഴും കണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ വെച്ചാണെങ്കിൽ കഴിച്ച എന്ന് വെച്ചാൽ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് ആ പ്ലാസ്റ്റിക് കവർ ബാഗിലിട്ട് അവരാണെങ്കിൽ എവിടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ അവിടെ മാത്രം കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്ന പിള്ളേരെ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൗഡ് ഓഫ് ദ പിള്ളേർ. ഓക്കെ
സീരിയസ്ലി അയത്തണ്ണൻ ഉൾപ്പെടെ അങ്ങനെയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കവറുകളൊന്നും ഇവിടുന്ന് അൾട്രാ വേസ്റ്റ് ആണ്, കളയത്ത് പോലും ഇല്ല. ഇത് എവിടെയാണോ കളയാൻ പറ്റുന്നത്, എവിടെയാണോ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിൽ ഡിസ്പോസ് പോലും ചെയ്യാറുള്ളൂ. മോനെ ആ മല ഉണ്ടോ പോണവേ, അടിപൊളിയല്ലേ, അടിപൊളി മോനെ. ഈ പാട്ട്, ഈ റോഡ്, ഈ മലകള്, അടിപൊളി. വള്ളിക്കാവ് അമ്പലം അയിത്തണ്ണ പോയിട്ടുണ്ടല്ലേ? അന്ന് അർഷണന്റെ കൂടെ അയിത്തണ്ണ അവിടെ പോയിട്ടുണ്ടല്ലേ? ഇതുവഴിയാണ് ഗൈസ് ഈ റോഡല്ല, ഇതിന്റെ താഴെ കൂടെ റോഡുണ്ട്, ആ റോഡിൽ കൂടെ. ഓ ഈ പാട്ട് പ്ലസ് വൈബ് ബ്രോ, വൈബ് ഏതാണ് അതെന്തോടെ ക്രിക്കറ്റ് കളികളൊക്കെ ഉണ്ട്. ഈ സ്ഥലം മൊത്തം അങ്ങ് നമുക്ക് വാങ്ങിച്ചാലോ അണ്ണാ. എന്താണ് ഇത്, ജുറാസിക് പാർക്ക് 2025. ഇതുവഴിയൊക്കെ പോന്നോണ്ട് AC പോട്ട് പെട്ടെന്ന് ചെവി അടഞ്ഞെണ്ണ. ചെവി തുറന്നു. ഓ എന്റെ പൊന്നെ, കേറിയ കയറ്റത്തിൽ എന്ത് മല. ഇപ്പൊ നമ്മളൊരു മലേനെ 4-6 റൗണ്ട് കയറുമായിരുന്നു. എന്റെ പൊന്നെ, ഇത് എന്താണിത് ഗൈസ്? എന്റെ പൊന്നെ, കിണ്ണം കാച്ചി ആംബിയൻസ് ആണ് കേട്ടോ. ചുമ്മാ അതല്ല എന്റെ കൊച്ചു അവിടെ കല്യാണം കഴിച്ച് പോയത്. മറ്റേ ഇതില്ലടാ, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഇടുന്നില്ലേ, അതൊക്കെ എഡിറ്റിംഗിലിടാം. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഗൈസ്. ആ ഒരു സ്പോട്ടിലെ കണ്ട വെള്ളച്ചാട്ടം ഉണ്ട്. തോണ്ട് അത് കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. അയ്യോ ആ മോനെ, ഇവിടൊക്കെ സ്പോട്ട് കിടൂരാണ് മോനെ. എന്നാ വൈബാന്നറിയ ഇതുവഴിയൊക്കെ എന്താ പോണ്. ഇത് നേരെ പോണ് എന്താ സാധനമാണ്. അയത്തണ്ണ പത്തനംതിട്ട എന്ന് പറയുന്നൊരു കിണ്ണങ്കാറ്റ് സ്ഥലമാണല്ലേ? ഇടുക്കി കിണ്ണങ്കാറ്റ് സ്ഥലമാണല്ലേ? ഓ മൂടിയടാ, കൊടമൂടി സാമി നേടാ, കുളിക്കുന്നതാ ഒരു കുളിസീൻ സെൻസർഷിപ്പ്. ഇതിന്റെ താഴെയൊക്കെ വീടൊക്കെ ഉണ്ടെന്നാ ഇവിടെ. ഓ ഈ കെട്ടിടത്തിലുള്ളവന്മാരൊക്കെ സ്വർഗത്തിലായിരിക്കും. കേരള റെസ്റ്റോറന്റ്. ആ ചേച്ചി കണ്ട ചേച്ചി ഗൈസ്, കുട്ടീനെ കണ്ട കുട്ടിയൊക്കെ മുമ്പോ കുട്ടിയൊക്കെ ആ സ്വെറ്ററൊക്കെ ഇട്ടില്ലണ്ണ. എന്താ ആംബിയൻസ് ആണ് ഇല്ലണ്ണ. ഓ അടിപൊളി. ഒരു കിണ്ണം കാച്ചി റോഡും കോടയും. AC ഓഫ് ആക്കിയിട്ട് പോവാൻ എന്നെ രസമാണെന്ന് അറിയാമോ ചാരെ? സീരിയസ്ലി AC ഓഫ് ആക്കിയിട്ട് പോവാൻ എന്നെ കിണ്ണം കാച്ചി സ്ഥലം. ഒയ്യോ ഒരു അടിപൊളി ആംബിയൻസ് ആണ് മോനെ. അത് ഈ പത്തനംതിട്ട ഇടുക്കിക്കാർക്ക് അറിയത്തുള്ളൂ അത്രയും ആംബിയൻസ്. ഞാൻ പറയുന്നില്ല. എടാ അയ്യോ മോനെ, ടാസ്ക് ആണ് ഈ കുരങ്ങന്മാര്. അണ്ണാ ഇതിന്റെ അകത്തൊക്കെ സാധനം ഇരിപ്പുണ്ട് കേട്ടോ. എന്റെ പൊന്നോ അണ്ണാ, ഇങ്ങോട്ട് നോക്കണേ, എങ്ങനുണ്ട്? എന്റെ പൊന്നു കാര്യം ഒന്നും പറയണ്ട. അങ്ങോട്ട് എന്റെ പൊന്നു കാര്യം ഇവിടത്തെ ചായയും പഴംപൊരിയും കിട്ടുന്നു. അടിപൊളി ഉള്ളിവിടെ എന്ന് വെച്ചാൽ അടിപൊളി ഉള്ളിവിടെ ആവാൻ വല്ലാത്തൊരു ടേസ്റ്റാണ് എന്ന് വെച്ചാൽ പൊളി ആംബിയൻസ്.
ഇതിൻ്റെ കൂടി ഇവിടുത്തെ ഈ ചേട്ടൻ്റെ താടി, എൻ്റെ മോനെ, അയ്യോ, ഇവിടുത്തെ ഈ ചേട്ടൻ്റെ ഒരു താടി, അതാണ് ഹൈലൈറ്റ്. അയാളുടെ ചേട്ടനെ കണ്ട താടി കണ്ട, താടിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, സീരിയസ്ലി പക്കാ സ്പോട്ടാണ്. എനിക്കിനി എൻ്റെ കസിൻസിനെയും കൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഇനി എനിക്ക് വരാൻ തോന്നിയൊരു സ്പോട്ടാണ് ഇതിപ്പോൾ. എൻ്റെ പൊന്നെ കിണ്ണം കാച്ച ആംബിയൻസ്, മോനെ ആംബിയൻസ് ഒക്കെ പറഞ്ഞാൽ അയത്തമ്മ നിങ്ങൾ 34 വയസ്സായാലുണ്ടല്ലോ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് പൊളിയാണ്. ഓ ദ ഫാക്ക് കണ്ടാ ചുണ്ണാണിയും കാണിച്ചിട്ടുണ്ട്. അയ്യോ എൻ്റെ അഴുക്ക് പോത്തിയാ. ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലത്തെ സ്പോട്ടറാ, അതുപോലെ. ഇത് വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല, പക്ഷെ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, പൊളിയാണ്. കഴിക്കാനാ പൊന്നോ, എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല ഗായ്സ്, ഒന്നും പറയാനില്ല ഗായ്സ്. സൈറ്റൊക്കെ വെച്ചാൽ ഇതാണോ സൈറ്റ് അല്ലേ? ഇല്ലണ്ണ, സൈറ്റൊക്കെ വെച്ചാൽ ഇതാണ് സൈറ്റ്. ഫോട്ടോ എടുത്തത് സ്റ്റാറ്റസ്. നീർക്കടമ്പ് പൊട്ടും ചാത്തി തോഴിമാരുമാ മൺമുതിർന്ന മായം നീട്ടി തിരിയിട്ട് വിളക്കോ അപ്പോൾ ഗായ്സ് ഞങ്ങള് കട്ടപ്പന എത്തിയിട്ടുണ്ട്. ഇനി സൈറ്റ് എവിടെയാണെന്ന് ഇനി നോക്കണം. സൈറ്റ് ഇനി അവിടെ സൈറ്റിൽ ഇപ്പോൾ ജോലിക്ക് പോയവരുണ്ട്, അപ്പോൾ അവരോട് ചോദിക്കണം. അപ്പോൾ അണ്ണന് ലൊക്കേഷൻ അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്ത് ഇവിടെയൊക്കെ കപ്പിൾസ് ഒക്കെ ഉണ്ട് ഗൈസ്. അവിടെ ഒരു റൂമുണ്ട്, അപ്പോൾ അവിടെ റൂമിൽ കപ്പിൾസ് ഒരു കൊച്ചു ഷവർമ വായിൽ വെച്ചുകൊണ്ടിരിക്കണം. ഞാനതൊക്കെ നമ്മളൊക്കെ സീനല്ലേ ആ സമയത്ത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ദിവസം പൊളിക്കും. അപ്പോൾ ഗൈസ് ഇപ്പോൾ കട്ടപ്പന എത്തിയിട്ടുണ്ട്. ഇനി സൈറ്റ് ഇനി എവിടെയാണെന്ന് ഇനി നോക്കണം. സൈറ്റ് നോക്കാനായിട്ട് ഇപ്പോൾ ജാസിക്കർ വിളിച്ചോണ്ടിരിക്കണം. എന്നാ ഹായ്, എവിടുന്നാ? വിഷയ ആളാണ് കേട്ടാ, സീനാണ് എൻ്റെ തഗ്ഗുകുളം. ഇനി സൈറ്റ് എത്തിയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ കാണിക്കും. സൈറ്റിലെ കാര്യങ്ങൾ കാണിക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ല, നോക്കാം. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു സ്പോട്ടിലോടൊന്ന് പോയി പറയുന്ന സൈറ്റ് എത്തിയായിരുന്നു. അപ്പം ജാസി ഇപ്പം മറ്റേ ഇപ്പം നിൽക്കുന്ന ജോലിക്ക് നിൽക്കുന്ന പിള്ളേരുടെ റൂമിലോട്ട് പോവാണ്. മുഴുവൻ ഗൈസ് അങ്ങനെ സൈറ്റിലെത്തിയിട്ടുണ്ട്. കുറേ കാണുന്നതാണ്. ഇവിടെ ഫിനാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. സൈറ്റിൻ്റെ വിശേഷമൊന്നും പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. ഇതൊക്കെ തന്നെ ഇവിടെ ഹേസിഡ് ഔട്ട്ഡോർ ഫിറ്റ് ചെയ്യുന്നതൊക്കെയാണ്, പ്രത്യേകിച്ചുള്ള വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് ഞാനും അയത്തൊന്നും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതിനെയും കഴിച്ചിട്ട് നോക്കട്ടെ. വണ്ടി വല്ല വരുന്ന മുടിഞ്ഞ മഴയെന്ന് വെച്ചാൽ വണ്ടിയ മഴയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ചോറ് വന്നു. കട്ടപ്പനയിലെ മെയിൻ ഡിഷസാണ്. ഇതെന്തുവാണ്? തീയലാണ് തോന്നുന്നു. നോക്കട്ടെ. എന്താ പൊന്നണ പോയി, അടിപൊളി സാധനം, ഫണ്ടാസ്റ്റിക് ആണ്. അല്ല പറയാം. എൻ്റെ മുട്ടക്കറിയും ബീഫ് ഫ്രൈയും വന്നിട്ടുണ്ട്. അത് കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കിയിട്ട് വണ്ടി കയറിയിട്ട് ഞാൻ എൻ്റെ ഇത് പറയാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഇപ്പം അയത്തണ്ണ ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു? അയത്തണ്ണ കട്ടപ്പനയുടെ ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു? കറി എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ് എന്നെ മുന്നിൽ തിന്നാൻ തോന്നി. അയത്തണ്ണനാണെങ്കിൽ സത്യമായിട്ടും പറയാൻ ചോറൊക്കെ ആസ്വദിച്ച് 2 പറ ചോറാണ് കഴിച്ചത്. 2 പറ. ഞാൻ കഴിച്ച പൊറോട്ടയും ബീഫും മച്ചാനെ ഒരു രക്ഷയില്ല കേട്ടോ. ആ പൊറോട്ടയൊക്കെയല്ലേ മെയിനായിട്ടുള്ള, അതിൻ്റെ കറി ഉണ്ടല്ലോ, മുട്ടക്കറി. അതിൻ്റെ കറി ഭയങ്കര സൂപ്പർ എന്ന് വെച്ചാൽ അതിൻ്റെ ടെക്സ്ചർ തന്നെ രസമായിരുന്നു. എന്നിട്ട് എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയോ.
ബീഫിന്റെ കാര്യം പറയാനുണ്ട്. ബീഫ് ഫ്രൈ ആണെങ്കിൽ എന്റെ പൊന്നോ നാവിന്ന് ഇപ്പോഴും ഇത് വരുന്നുണ്ട് പൊന്നോ. എത്ര നാളായി ഒന്നും പറയണ്ട. നല്ല ഫോട്ടോസ് എടുക്കാം. അപ്പൊ ഗൈസ് ഞങ്ങൾ തിരിച്ചു വരാൻ പോയായിരുന്നു. അപ്പോൾ ഇന്ന് കഴിച്ച രണ്ട് ഗൈസ് ഞങ്ങൾ തിരിച്ചു വരാനായിട്ടൊക്കെ ഉള്ള പ്ലാനാണ്. അപ്പോൾ ഇന്ന് കിണ്ണം കാച്ച ഫോട്ടോസൊക്കെ എടുത്തു. രസമായിരുന്നു, വൈബായിരുന്നു. അപ്പോഴാണ് ജാസിയാണെങ്കിൽ ഉച്ചയ്ക്ക് 11:30 ആകുമ്പോൾ 12 മണിക്ക് ചോറ് കഴിച്ചായിരുന്നു. ചോറ് കഴിച്ച് രണ്ട് റൗണ്ട് ചോറാണ് പോയത്. അടിപൊളി കൂട്ടാനായിരുന്നു, ഒരു രക്ഷയില്ല. സാമ്പാറും മൂലൊരു രക്ഷയില്ല മോനെ, വെള്ളമാണ്, സൂപ്പറായിരുന്നു. ഇപ്പോൾ ജാസികറാണെങ്കിൽ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വെട്ടി കിട്ട വാഴപ്പിണ്ടി ജാസികർ.